ഹലോ. അപ്പോൾ ഇതിന്ന് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആട്ടോ. ഇത് നമുക്ക് ബോൺലെസ് തന്നെ വേണമെന്നില്ല, ബോൺ പീസ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ചപ്പാത്തിക്ക് പൊറോട്ടക്കെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ പൊടി, പിന്നെ ഗരം മസാല, മുളക് പൊടിക്ക് പകരമായിട്ട് നമുക്ക് കുരുമുളക് പൊടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഇടാം. അതിൽ നമ്മളെ ഇഷ്ടത്തിനും നമ്മളെ എരിവിനെല്ലാം അനുസരിച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ ചെറുനാരങ്ങ, ഇല്ലെങ്കിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ടിരുന്നു കേട്ടോ. എന്നിട്ട് അതവിടെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ 2 ഉള്ളിയും ഒരു തക്കാളി, ഒരു പീസ് റെഡ് ക്യാപ്സിക്കം, അത് നമുക്ക് ഗ്രീൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. റെഡ് ഒന്നും കൂടി നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതാ പാനിൽ ഓയിൽ ഒഴിച്ച്, ഓയിലിന് പകരമായിട്ട് നമുക്ക് ബട്ടർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചിക്കനൊന്ന് അതിൽ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഈ ഓയിലിൽ തന്നെ ആട്ടോ നമ്മൾ ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഉള്ളി ഇട്ടിട്ട് ഇത് ഓവർ ഇങ്ങനെ വഴണ്ട് വരുമൊന്നും ചെയ്യണ്ട കേട്ടോ. എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാട്ടോ ഇടുന്നത്. അതേ ഇടണ്ടോ, വേറെ പൊടികളൊന്നും ഇടണ്ട. ഇപ്പം നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് അതിൽ നമ്മൾ ഉപ്പെല്ലാം ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം ആവശ്യമുള്ളത് ഇട്ടാൽ മതിയല്ലോ. എന്നിട്ട് തക്കാളിയും കൂടി റെഡി ആയാലും മാത്രമേ ക്യാപ്സിക്കം ഇടാം. ക്യാപ്സിക്കം ഇട്ടിട്ട് അങ്ങനെ ഓവർ കുക്ക് ചെയ്യണ്ട. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കാം. ഇനി ടൊമാറ്റോ കെച്ചപ്പില്ലേ, അത് കുറച്ച് ചേർക്കാം കേട്ടോ. അത് ഒഴിവാക്കാം, പക്ഷേ ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കനില്ലേ, അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ബാച്ചിലേഴ്സിനായാലും ഒറ്റയ്ക്ക് നിൽക്കുന്നതാക്കും എല്ലാം നമുക്കിപ്പോൾ പെട്ടെന്ന് പണി തീർക്കാൻ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ ദോശ, ഈ ചപ്പാത്തി, പൊറോട്ട, അങ്ങനത്തെ എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.